ഗൈഡൻസ് TV, ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുക. തഖ്വയിൽ അധിഷ്ഠിതമായി ഭക്തി പുരസരനായി റബ്ബിനെ നിരീക്ഷിച്ച് പടച്ചോൻ പറഞ്ഞത് ചെയ്യുന്ന, പാടില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് അകലുന്ന അവസ്ഥയിലാണോ നമ്മളുടേത് എങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കെ ഞാനൊരു തഖ്വയുള്ളവനാണോ, തഖ്വയിൽ അടിസ്ഥാനപ്പെട്ടാണോ ഞാനിത് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ പൂർവികർ പേടിച്ചിരുന്നത്, ഭയന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേത് കബൂലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കണം. നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ പൊളിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കും വേണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ദുആകളിൽ കാണാം അള്ളാഹുവിനോട് രക്ഷാതേട്ടം നടത്തിയത്. അതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹൗർ ബഅദൽ കൗർ, കൗറിന് ശേഷം ഹൗറിൽ നിന്ന് അള്ളാഹിനോട് രക്ഷ തേടുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സൽബ് ബഅദൽ അതാ, നൽകിയത് എടുക്കപ്പെടുക. ഹൗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യതിചലിക്കുക. ഏതിനു ശേഷം? കൗറിന് ശേഷം. കൗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്മയിൽ ആളുകളായി, നന്മയിൽ തൽപരരായി, നന്മയിൽ നമ്മൾ കൂണ്ടുകൂടി, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? വഴിമാറുക. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പിന്നീട് നമ്മൾ വ്യതിചലിക്കുക. നമ്മൾ എത്രയോ ആളുകളെ നമുക്ക് അറിയാം, എത്ര അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മളോട് ഒട്ടി നിന്നവർ, നമ്മളോട് കൂടിയിരുന്നവർ, നമ്മളോടൊപ്പം പ്രവർത്തിച്ചവർ, നമ്മളോടൊപ്പം വേദികൾ പങ്കിട്ടവർ പോലും പല രീതിയിൽ വ്യതിചലിച്ച് മാറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവർ പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഒന്നിച്ച് കഴിഞ്ഞാൽ ഒന്നിന് വളർന്നില്ലേ? എത്ര ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ നേടിയത് നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള വിഷയം, നമ്മൾ കൊണ്ടത് നമ്മൾ കൊടുക്കുക എന്നുള്ള വിഷയം, നമ്മൾ വ്യതിചലിച്ചു പോവുക എന്നുള്ള വിഷയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ദുആയിരിക്കുന്ന ദുആയാണ്. നമ്മൾ ദിനം പ്രതി ചുരുങ്ങിയത് 17 തവണ നിസ്കാരത്തിൽ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അത് വഴി കാണിക്കാനല്ല, നമ്മൾ വഴി കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ എന്നിട്ട് പിന്നെ ഓതുന്നത് വഴിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ നിസ്കരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്. അപ്പോൾ നമ്മൾ വഴിയിലാണ്. അപ്പം പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ നമ്മൾ ഉറക്കാനാണ്. ഇതിൽ നിന്ന് തെറ്റാതെ, വഴി മാറാതെ, ഇതിൽ കാലുകൾ പിടിച്ചു നിൽക്കാനാണ് നമ്മൾ ദുആയിരക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതേപോലെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഇങ്ങനത്തെ ദുആവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആ വചനങ്ങളെ പ്രവാചക പത്നിമാർ ഉമ്മു സലമ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, മഹദികളൊക്കെ നിവേദനം ചെയ്ത്, അതുപോലെ പല സഹാബികൾ നിവേദനം ചെയ്തത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ തആതിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക, അള്ളാഹുക്കുള്ള ആദർശത്തിൽ ജീവിക്കുക, അതിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ദുആ, അതിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് നമുക്ക് പോയി പോകരുത്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, അള്ളാഹുവിൻ്റെ റസൂലിന് വഴിപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ ചെയ്ത അമലുകളെ നിങ്ങൾ പൊളിക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ അതിനെ ബാത്തിലാക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമ്മളുടേത്, നമ്മൾ ചെയ്തത്, നമ്മുടെ അധ്വാനം, അത് നമ്മൾ പൊളിക്കാതിരിക്കാൻ പരിശ്രമിക്കുക. അത് പാഴായി പോകാതിരിക്കാൻ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. അത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള വിഷയമാണ്. അതാണ് നമ്മൾ സച്ചരിതയിൽ നിന്ന് വായിക്കുന്നതും അവരുടെ മാതൃകയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം എന്നല്ലേ? ഖവാതീം പര്യവസാനം, നമ്മുടെ ഒടുക്കവും മരണവുമാണ്. നമ്മൾ ചെയ്തതിനെ നമ്മുടെ ഒടുക്കവുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയണം. ഈ തുടങ്ങിയത് വഴിയിൽ വിട്ടുപോയി അതിനോട് കണ്ണി മുറിഞ്ഞ് നമ്മൾ ഒരു മോശമായ ഒടുക്കവും മരണവും കൊള്ളുന്നവരാകാൻ പാടുള്ളതല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ചില ചരിത്രങ്ങൾ നമ്മൾ വളരെ ഗൗരവപ്പെട്ട് വായിക്കേണ്ട ചരിത്രങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ
സർവാംഗീകൃതനായ ഒരു ഖാരി ആയിരുന്നു. ഖാരി എന്ന് പറഞ്ഞെങ്കിൽ ഖുർആൻ ഇങ്ങനെ ഈണത്തിൽ ഓതുന്ന ആളെന്നല്ല, പിന്നെ ഖുർആൻ പണ്ഡിതൻ എന്നാണ്. മിസ്ർ ഇസ്ലാമിന് കീഴിൽ വരുന്നത് ഉമറിൻ്റെ ഖിലാഫത്തിലാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിലാണ് ആ സൈന്യം മിസ്റിനെ കീഴ്പ്പെടുത്തുന്നത്. മിസ്റിൻ്റെ അമീറും ഉമറിൻ്റെ കാലത്ത് അംർ ബിൻ ആസാണ്. അംറും ഉമറും തമ്മിൽ കുറേ വിഷയങ്ങളുണ്ട്. അന്ന് അംർ ബിൻ ആസ് മിസ്ർ കീഴ്പ്പെട്ടപ്പോൾ മദീനയിലേക്ക് ഉമറിനോട് ഒരപേക്ഷ, കത്ത്, എനിക്ക് ആളുകൾക്ക് ഖുർആൻ, അഹ്ല മിസ്റിൻ്റെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഒരു ഖാരീനെ, ഒരു പണ്ഡിതനെ പറഞ്ഞയച്ചേരണമെന്നാണ് അമറിൻ്റെ കത്ത്. അപ്പോൾ ഉമർ ആരെ അയക്കണത്? ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ അയക്കുന്നത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. എന്നിട്ട് ഉമർ എഴുതുന്നുണ്ട്, ഇന്നി ഉർസിലുയിലൈക അബ്ദുറഹ്മാൻ ഇബ്ന മുൽജിം, ഞാൻ നിനക്ക് അയക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെയാണ്. ഊസിറുക ബിഹി അൻ നഫ്സിഹി, എനിക്ക് വേണ്ട ആളാണ് ഇവിടെ കാര്യമായിട്ട്, പക്ഷേ ഞാൻ എൻ്റെ താല്പര്യത്തെ മാറ്റിയിട്ട് ഞാൻ നിങ്ങളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നിട്ട് പിന്നെ ആ കത്തിൻ്റെ തുടർച്ചയിൽ കാണാം, ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദാർ ഒരുക്കണം, ആ ദാറിൽ ആളുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ അമീറുൽ മുഅ്മിനീൻ ഉമർ പരിചയപ്പെടുത്തുകയാണ്. ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമാണ് അവിടെ മിസ്റിൽ സബീഖ് തമീമി ഖുർആൻ്റെ വിഷയത്തിൽ ചില അങ്കലാപ്പുകൾ സൃഷ്ടിച്ചു. വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ ചില അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആളുകൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമാണ് ഈ സബീഖ് തമീമിയെ ഉമറിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഉമർ ഇവനെ പിടിച്ചിട്ട് പള്ളിപ്പുറാക്കിയ ചരിത്രം നമ്മൾ വായിക്കില്ലേ. ഉമർ അടിച്ച് പുറം പൊട്ടി വ്രണായി, അപ്പോൾ വിട്ട്, പിന്നെ അത് മാറിയിട്ട് വീണ്ടും വിളിച്ച്, മനസ്സിലായില്ലേ. അങ്ങനെ ഈ സബീർ അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാണ്, അമീറുൽ മുഅ്മിനീൻ കൊല്ലുകയാണെങ്കിൽ മാന്യമായിട്ട് കൊല്ലാനില്ലെങ്കിൽ വിടാൻ പറയുന്ന അവസരത്തിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് സബീറിനെ ഇറാഖിലേക്ക് അബൂ മൂസൽ അശ്അരിയുടെ അടുക്കലേക്ക് അയച്ച്, ആരും അടുക്കാനും പാടില്ല, മിണ്ടാനും പാടില്ല, നിസ്സഹകരണം വെക്കണം എന്നിട്ടാണ് അയച്ചത് സബീഖിനെ. അങ്ങനെ സബീഖ് ഒറ്റപ്പെട്ടു. കാരണം അയാൾ ചില ഫിത്നകൾ ആളുകൾക്കിടയിൽ ഖുർആന്റെ വിഷയത്തിൽ ഉണ്ടാക്കിയതിനുള്ള ഉമറിന്റെ ശിക്ഷയാണ്. പിന്നെ അവസാനം അദ്ദേഹം തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മനസ്താപത്തിന് ഇരയായി അത് അബൂ മൂസൽ അശ്അരിക്ക് തീർത്തും പേർത്തും ബോധ്യപ്പെട്ടപ്പോഴാണ് ഇനി ആ നിസ്സഹകരണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് അബൂ മൂസൽ അശ്അരി ഉമറിന് കത്ത് എഴുതിയിട്ട് അവസാനം അത് പിൻവലിക്കേണ്ടായിരുന്നു. ഈ സബീഖിനെ വരെ ഉമറിന് പറഞ്ഞു കൊടുത്തിട്ട് അയാളെ ശിക്ഷാർഹനാണെന്ന് പറഞ്ഞ അയച്ച ആളാണ് ആര്? ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഇമാം ദഹബി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാന റജുലൻ തഖിയൻ സാഹിദൻ സാലിഹൻ എന്നാണ്. കാന റജുലൻ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം കാന റജുലൻ തഖിയൻ, ഭക്തനായിരുന്നു, സാഹിദൻ വിരക്തനായിരുന്നു, സാലിഹൻ സാലിഹായിരുന്നു. ആര്? ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. പിന്നെയോ അദ്ദേഹം ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഖാരി ആയിരുന്നു, ഖുർആൻ പണ്ഡിതനായിരുന്നു. പക്ഷേ ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഇയാളാണ് പിന്നെ ആരായി മാറിയത്? ഇതിനൊക്കെ അപ്പുറം അഷ്അൽ ആഖിരീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യം കെട്ടവനായത്, പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യം കെട്ടവനായത് അയാളാണ് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബിനെ വെട്ടിയത്. അവൻ്റെ കയ്യാലാണ് അലി റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു പതനം, ആ ഒരു വ്യതിചലനം, ആ ഒരു അന്ത്യം അള്ളാഹു നമ്മക്കാകട്ടെ. നഊദു ബില്ലാഹ്. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത്. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ സബാത്തിൻ്റെയും ഇസ്തിഖാമത്തിൻ്റെയും വിഷയം. നമ്മുടെ പൂർവികരെ പോലെ നമുക്ക് ഈ ദുനിയാവിൽ അമലും വേണം, വജലും വേണം. ഞാൻ പറഞ്ഞു അമൽ, പ്രതീക്ഷ, അതിൻ്റെ വാതിലെങ്ങനെ നമ്മൾ പറഞ്ഞു. നമുക്ക് വജല് വേണം, പേടി വേണം. അതെങ്ങനെ? ഇത് രണ്ടും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ കുറേ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായി, കുറേ നമ്മൾ അത് ചെയ്തു, കുറേ ഇത് നമ്മൾ ചെയ്തു, കുറേ ഇത് നമ്മൾ പഠിച്ചു, കുറേ അങ്ങനെ വേദികളിൽ പങ്കെടുത്തു, കുറേ നമ്മൾ കുറേ പ്രഭാഷണങ്ങൾ നിർവഹിച്ചു, കുറേ അധ്യാപനങ്ങൾ നടത്തി. ഇതൊക്കെ ഒരു മേനിയിൽ ഈ പറഞ്ഞ വികാരങ്ങളും വിഷയങ്ങളും നമുക്കില്ല എങ്കിൽ, ഇതൊന്നും അടിസ്ഥാനമല്ല എങ്കിൽ അള്ളാഹു നമ്മെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വലിയ സങ്കടകരമായ അവസ്ഥ അതായിരിക്കും സംജാതമാകുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുക, നമ്മളുടെ ഇഹപര സൗഖ്യത്തിന് വേണ്ടി. അതേപോലെ തന്നെ സത്യദീനിൽ നമ്മളുടെ കാൽപാദങ്ങൾ ഉറച്ച് മലക്കുൽ മൗത്തിന് മരണാസമയം നമ്മുടെ റൂഹിനെ തിരിച്ചേൽപ്പിക്കുന്ന ആ സമയം വരെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു ആയുരാരോഗ്യം ഏറ്റി നൽകുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സത്യദീനിൽ ഇസ്തിഖാമത്തും സബാത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ പലരും പലവിധ പ്രയാസങ്ങളിൽ ഞെരുങ്ങുന്നവരാണ്. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം കനിയുമാറാവട്ടെ. ചിലരൊക്കെ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. അള്ളാഹു അവർക്കെല്ലാം ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. പലരും കടം കൊണ്ട് വലയുന്നവരാണ്. അള്ളാഹു അവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരു ലോകത്ത് നമുക്ക് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മളെയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.